ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കാൽപ്പിന്റെ ടൈപ്പുകളെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ ഹെയർ ഫോൾ കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്പുകളെ പറ്റിയിട്ട്, പിന്നെ ഓരോ സ്കാൽപ്പ് ടൈപ്പ് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണ് കോമൺ ആയിട്ട് വരുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സ്കിൻ കെയറും ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കോമൺലി ഈ ചാനലിൽ ഇടാറുള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് തോന്നുകയാണെങ്കിലും ഇത് മറ്റുള്ള വീഡിയോസ് കയറി കാണുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും ഒക്കെയാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു എൻകറേജ്മെന്റ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നമ്മൾ ഫേസിലെ സ്കിൻ ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനും ഒരു ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഫേസിൽ ഓയിലി കോമ്പിനേഷൻ അങ്ങനെയൊക്കെ നമ്മൾ പറയാല്ലേ, ഡ്രൈ. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 ടൈപ്പ് ആയിട്ടാണ്. ഒന്നെന്ന് വെച്ചാൽ ഓയിലി സ്കാൽപ്പ്, രണ്ടെന്ന് വെച്ചാൽ ഡ്രൈ സ്കാൽപ്പ്, മൂന്നെന്ന് വെച്ചാൽ കോമ്പിനേഷൻ സ്കാൽപ്പ് ടൈപ്പ്, നാലെന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കാൽപ്പ് ടൈപ്പ്. ഇങ്ങനെയാണ് നമ്മൾ സ്കാൽപ്പിന്റെ ടൈപ്പുകൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓയിലി സ്കാൽപ്പ് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നറിയാം നമ്മുടെ ഫേസിലായാലും നമ്മുടെ ബോഡിയിലായാലും സ്കാൽപ്പിലായാലും ഒരുപാട് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ഉണ്ട്. ഓയിലി സ്കാൽപ്പുകാരുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ചെയ്യും. അത് കാരണം ഒരുപാട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലോട്ട് വരും. അത് കാരണം ഇപ്പൊ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് 48 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിന്റെ റൂട്ടിന്റെ ഭാഗത്ത് ഒരു ഗ്രീസിനെസ് നമുക്ക് ഫീൽ ആവും. കാരണം നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വരും ഓയിലി സ്കാൽപ്പിലെ ആൾക്കാർക്കാണെങ്കിൽ. പിന്നെ ഇത് കാരണം ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് ആണ്. കാരണം നമ്മൾക്ക് ഓയിലി സ്കാൽപ്പ് ഉള്ളപ്പോഴത്തേക്ക് ഫംഗസിന്റെ ഗ്രോത്തിന് വളരെയധികം ചാൻസ് കൂടുതലാണ് ഓയിലിന്റെ പ്രസൻസിൽ. അതുകൊണ്ട് തന്നെ ഓയിലി സ്കാൽപ്പുകാർക്ക് കൂടുതലായിട്ട് ഫംഗസ് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഒരു യെല്ലോ ഫംഗസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് കൂടുതലായിട്ടും കാണുന്ന ഒരു യെല്ലോ ഫ്ലേക്കി അപ്പിയറൻസിലാണ്, കുറെ തിക്കായിട്ടുള്ളത് കൊണ്ടുമായിരിക്കും, തിക്കായിട്ടായിരിക്കും ഈ ഫ്ലേക്കിനെസ് കാണപ്പെടുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഓയിലി സ്കാൽപ്പ് അതിന് വരുന്ന കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ്. രണ്ടാമത്താണ് ഡ്രൈ സ്കാൽപ്പ്. ഓയിലി സ്കാൽപ്പ് പറഞ്ഞപ്പോൾ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രൈ സ്കാൽപ്പ് വരുമ്പോഴത്തേക്ക് നമുക്കുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് വർക്ക് ചെയ്യാതെ ആവുന്ന സമയമാണ് ഡ്രൈ സ്കാൽപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 ദിവസം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാണ്ട് പോകുമ്പോൾ നമുക്ക് ഓയിൽനെസ് ഹെയറിൽ ഫീൽ ആവാനേ പോകുന്നില്ല. പക്ഷെ അന്നും പറഞ്ഞിട്ട് 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യരുത് എന്നല്ല ഉദ്ദേശിച്ചത്. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഡ്രൈ സ്കാൽപ്പ് ഉള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓയിലിക്കാർക്ക് യെല്ലോ തിക്ക് ആയിട്ടുള്ള ഒരു ഫ്ലേക്കിനെസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കാൽപ്പുകാർക്ക് കൂടുതലും വരുന്നത് ഒരു വൈറ്റ് പൗഡർ ടൈപ്പിലായിട്ടുള്ള ഫ്ലേക്കിനെസ് ആയിട്ടായിരിക്കും. ഇത് ഡാൻഡ്രഫ് ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഡാൻഡ്രഫ് ആണ് തെറ്റിദ്ധരിച്ചിട്ട് ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈനെസ് കൂടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇങ്ങനെയുള്ള സ്കാൽപ്പിലുള്ള ഹെയർ ടൈപ്പുകാർക്കാണെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ ഒരുപാട് ഫ്ലൈ ഓവേഴ്സ് വരാനും നിങ്ങളുടെ ഹെയറിന്റെ നിങ്ങൾക്കൊന്നും ഹെയറിന്റെ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. പക്ഷെ നാച്ചുറലി ചിലപ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, പെട്ടെന്ന് ഹെയർ ബ്രേക്ക് ആയി പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് ഫീൽ ആവാത്ത സിറ്റുവേഷൻസുകളും ഡ്രൈ സ്കാൽപ്പുകാർക്ക് വരും. മൂന്നാമത്തെ സിറ്റുവേഷൻ കോമ്പിനേഷൻ ഹെയർ ടൈപ്പ് എന്നെ പോലെയുള്ള ആൾക്കാർ. അതായത് നിങ്ങളുടെ സ്കാൽപ്പ് ചിലപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പറയും, നമ്മുടെ സ്കാൽപ്പ് തന്നെ പല പല ഭാഗത്ത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ആവും. ഡ്രൈ സ്കാൽപ്പ്, ഓയിലി സ്കാൽപ്പ് എന്നൊക്കെ ആയിട്ടുള്ളത്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് നല്ല ഓയിൽനെസ് ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ നമുക്ക് ഡ്രൈനെസ് ഫീൽ ആവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഹെയർ കെയർ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളത് ടൈപ്പ് ഹെയർ ആയിരിക്കും. കാരണം ചില സമയത്ത് നമുക്ക് ഡാൻഡ്രഫ് ആയിരിക്കും, ചില സമയത്ത് നമുക്ക് ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും, മാത്രമല്ല നമുക്ക് ഓയിലി സ്കാൽപ്പും ആയിരിക്കും, അതുപോലെ തന്നെ ഒരുമാതിരി ഡ്രൈ ഹെയറും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ കെയർ റൂട്ടീൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സാധനമായിരിക്കും. ഇതാണ് കോമൺ ആയിട്ട് കോമ്പിനേഷൻ ഹെയർ ടൈപ്പ് സ്കാൽപ്പ് ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് വരുന്ന പ്രോബ്ലംസ്. പിന്നെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങൾ ഒന്നെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് തന്നെയാണ്. പക്ഷെ അത് മറ്റു ഓയിലിക്കാർക്ക് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്, ഒരുപാട് സ്ഥലങ്ങളിൽ കാണും. പക്ഷെ കോമ്പിനേഷനിലോട്ട് പോകുമ്പോൾ ഈ ഡാൻഡ്രഫ് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പെർട്ടിക്കുലർലി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അത് കാരണം നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നാലാമത്തതാണ് സെൻസിറ്റീവ് സ്കാൽപ്പുകാർ. സെൻസിറ്റീവ് സ്കാൽപ്പുകാർ കുറച്ച് കോമൺ ആയിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മളെ ഒരുപാട് എന്താ പറയുന്നത് ഈ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക്, അതല്ലാതെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് സെൻസിറ്റീവ് സ്കാൽപ്പ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്ങനെയാന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയാനുള്ള മാർഗം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പുതിയതായിട്ട് വരുന്ന ഹെയർ അല്ലേ, അത് ഭയങ്കര തിന്നായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഹെയർ ഒക്കെ നന്നായിട്ട് സ്കാൽപ്പൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ സ്കാൽപ്പ് എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഇച്ച്നെസ് ആയിരിക്കും, ചെറിയ ബമ്പ് ഫോളിക്കുലൈറ്റിസ് പോലെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക്
സ്കാൽപ്പിൽ കാണും. മാത്രമല്ല നിങ്ങളുടെ സ്കാൽപ്പ് സെൻസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് തോന്നും സെൻസിറ്റീവ് സ്കാൽപ്പുള്ള ആൾക്കാർക്ക്. ഇത് മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഹെയർ കെയർ മാറ്റാനോ നിങ്ങളുടെ ഷാംപൂസ് മാറ്റാനോ പറ്റത്തില്ല. എൻവയോൺമെന്റ് ഉണ്ടാവുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് സ്കാൽപ്പിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, അതല്ലാന്നുണ്ടെങ്കിൽ കളറിങ്, കേളിങ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് സ്കാൽപ്പിലും കൂടെ ബന്ധപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പിനെ അത് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതാണ് നമ്മുടെ 4 ടൈപ്പ് ഹെയർ സ്കാൽപ്പ് ടൈപ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ മെന്റലി നോട്ട് എടുക്കുക ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് എന്ന്. കാരണം ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് നന്നായിട്ട് വ്യക്തമാകത്തുള്ളൂ. നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഓരോ സ്കാൽപ്പ് ടൈപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലിരിപ്പ് കാരണം ചിലപ്പോൾ നമ്മുടെ ഓയിൽ അല്ലെങ്കിൽ കയ്യിലിരിപ്പോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം നമ്മുടെ ഈ സ്കാൽപ്പിന്റെയൊക്കെ ലുക്ക് എന്താ പറയുക ടൈപ്പുകൾ മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പം കോമൺ ഇഷ്യൂസ് ആയിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെ വരുന്ന നമുക്ക് 4 കോമൺ ഹെയർ സ്കാൽപ്പ് ഇഷ്യൂസ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ഓയിൽനെസ്. നമ്മൾ നോർമലി നമുക്ക് അത്ര ഓയിൽനെസ് ഉണ്ടാവില്ല, പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് അധികമായിട്ട് ഓയിൽനെസ് കാണും. അതല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹെയർ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് വരും. അതല്ലെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാക്കും. ഇത് 4 ആയിരിക്കും ഒരാൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കോമൺ സ്കാൽപ്പ് പ്രോബ്ലംസ്. ഇനി നമുക്ക് 4 എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. ഓയിലി സ്കാൽപ്പിലുള്ള റീസൺസ് എന്ന് വെച്ചാൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള നമ്മുടെ ഹെയർ വാഷിങ്, അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുമാണ് കോമൺ ആയിട്ട് നമ്മുടെ ഹെയർ സ്കാൽപ്പ് ഓയിലി ആക്കുന്നത്. അപ്പം നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഓയിലി സ്കാൽപ്പാണ്, നിങ്ങൾ ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ ഹെയർ വാഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ വീണ്ടും വീണ്ടും ഓയിൽനെസ് ഉണ്ടാവും. 3 വെച്ചാൽ സ്കാൽപ്പിലുള്ള ഇച്ച്നെസ് കൂടും. ഇച്ച്നെസിന്റെ കാരണം എന്ന് വെച്ചാൽ ഡെഡ് സ്കിൻ ലെയർ, സ്കിൻ ലെയേഴ്സ് അക്യുമുലേറ്റ് ചെയ്യും. ഈ ഓയിൽസ് എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻ വരും. നമ്മുടെ ഫേസ് പോലെയല്ല, സ്കാൽപ്പിൽ ഹെയർ കൂടെ ഉള്ളതുകൊണ്ട് അവർക്കൊരു ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഇരിക്കുമ്പോൾ അവിടെ അതൊന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് പിന്നെ ഓയിൽനെസ് നമ്മൾ ഫേസിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡിന് അവിടെ ഓയിൽ ഇല്ല എന്നൊരു ഐഡിയ കിട്ടിയിട്ട് അത് ഓവർ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹെയർ വാഷ് നമുക്കുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഹോർമോണൽ എന്ന് വെച്ചാൽ നമുക്കറിയാം തൈറോയിഡിന്റെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച്, അതിന് നമ്മൾ പീരിയഡ്സ് ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓയിലി സ്കാൽപ്പ് ഒക്കെ തോന്നും. അത് ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓയിൽനെസ് ആയിരിക്കും. അടുത്ത വേറെ വരുന്നതെന്ന് വെച്ചാൽ വെതറിന്റെ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമ്മൾ വിന്ററിലോട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോഴത്തെ ഡ്രൈ എയർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഓയിലിനെ ഇങ്ങനെ ഓയിൽനെസ്സിന് കുറയ്ക്കാൻ മോയിസ്ചറൈസർ വലിച്ചെടുത്ത് ഓയിൽനെസ് കുറയ്ക്കും. അത് കാരണം എക്സസീവ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ സ്കാൽപ്പ് എക്സ്ട്രീംലി ഓയിലി ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ സമ്മർ സീസണിലോട്ട് വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ഓൾറെഡി സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ പ്രൊഡക്ഷൻ നടത്തി എക്സ്ട്രാ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഈ സ്വെറ്റ് ഒക്കെ വന്നിട്ട് അവിടെ അടിഞ്ഞിരുന്നിട്ട് നമ്മുടെ ഓയിൽ നമ്മുടെ മുടിയുടെ ലെങ്തിലോട്ട് കൂടെ ഇറങ്ങാൻ തുടങ്ങും. അത് കാരണം നമ്മുടെ ഹെയർ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് തോന്നും ഒന്ന്. പിന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്തേ പറ്റും, അത്രയും ഇറിറ്റേറ്റഡ് ആവും നമ്മുടെ സ്കാൽപ്പ്. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഹെയർ വാഷ് ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻസിലോട്ട് പോകും. അത് കാരണം വീണ്ടും നമ്മുടെ സ്കാൽപ്പ് ഓയിലി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കഴിയുന്നതാണ് നമുക്ക് ഓയിലി സ്കാൽപ്പ് നാച്ചുറലി അല്ലാണ്ട് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വരുന്നത്. അടുത്താണ് ഡ്രൈ സ്കാൽപ്പ്. ഡ്രൈ സ്കാൽപ്പിൽ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ വിന്റർ സീസണിലായിരിക്കും കൂടുതലും ഡ്രൈ സ്കാൽപ്പ് വരുന്നത്. ഇത് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ഇനഫ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ ഇല്ല, അതായത് മോയിസ്ചറൈസർ ഇല്ല. ഇത് കാരണം നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഫ്ലേക്കി ആവാനുള്ള ചാൻസ് കൂടുതലാണ്, അതായത് ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം വിന്ററിന്റെ സീസൺ വരുമ്പോൾ ഉള്ള മോയിസ്ചറൈസർ കൂടെ എടുത്തോണ്ട് പോകും. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് വീണ്ടും നമുക്ക് ഡ്രൈ ആയിട്ട് വരും. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ പ്രോഡക്ട്സിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ യൂസ് ചെയ്യുന്ന ഷാംപൂസില് കണ്ടീഷണേഴ്സിലൊക്കെ ഒരുപാട് സർഫാക്റ്റൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഉണ്ടാവും നമ്മൾ അറിയാണ്ട് തന്നെ. കാരണം നമ്മൾ ഷാമ്പു വാങ്ങിക്കുമ്പോൾ നമ്മൾ മണമാണല്ലോ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ചിലപ്പോൾ അതൊക്കെ കാരണം നമുക്ക് ചിലപ്പോൾ സ്കാൽപ്പിലുള്ള ഉള്ള ഓയിൽ വലിച്ചെടുക്കുക ഒന്ന്. പിന്നെ 2, ഞാൻ എപ്പോഴും പറയുന്നല്ലോ ഫ്രാഗ്രൻസ് കാരണം നമുക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് കുറെ ഇച്ചിനെസ് റെഡിഷ്നെസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതാണ് ഡ്രൈ സ്കാൽപ്പിനുള്ള റീസൺസ്. ഒന്നുകിൽ വിന്റർ സീസൺ, അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രൊഡക്റ്റ്. അടുത്ത മൂന്നാമത്താണ് നമ്മുടെ ഡാൻഡ്രഫ് വരുന്നത്. ഡാൻഡ്രഫ് പ്രത്യേകിച്ചും ആൾക്കാർ ഇന്റർ റിലേറ്റീവ് അല്ലെങ്കിൽ മിസ്മാച്ച് ചെയ്യുന്ന സാധനം. ഡ്രൈ സ്കാൽപ്പ് നമ്മൾ ചിലപ്പോൾ ഡാൻഡ്രഫ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ടും ഈസിലി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാം. ഡാൻഡ്രഫ് ആണെങ്കിൽ നല്ല തിക്കായിട്ട് യെല്ലോയിഷ് ആയിട്ടുള്ള സാധനമായിരിക്കും. ഡ്രൈ സ്കാൽപ്പിലാണ് വരുന്നതിൽ പൗഡർ ഫോമിലുള്ള മിക്കവാറും വൈറ്റ് കളേഴ്സിലായിരിക്കും
ഇത് കാണുന്നത്, ഡ്രൈ സ്കാൽപ്പ് കാണുന്നത്. പക്ഷെ ഡാൻഡ്രഫ് ആണെങ്കിൽ യെല്ലോ കളർ അല്ലെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും, കുറച്ച് തിക്കായിരിക്കും, ഡെഫിനറ്റ്ലി ഓയിൽനെസ് ഉണ്ടാവും. ഈ ഡാൻഡ്രഫ് ഇഷ്യൂവിന്റെ കാര്യം എന്ന് വെച്ചാൽ നോർമലി നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന എന്താണ്, സ്കാൽപ്പ് മൾട്ടിപ്ലൈ ചെയ്യും, അതവിടെ മെയിൻറ്റെയിൻ ചെയ്യും, അത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകും. ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രോസസ്സ് നടക്കുന്നത്. ഡാൻഡ്രഫ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഇത് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇത് കാരണം ഈ പ്രോസസ്സ് കുറച്ച് ഇൻക്രീസ് ചെയ്യും. ഇത് കാരണം ഈ ഡാൻഡ്രഫ് എല്ലാം കൂടെ നമ്മുടെ സ്കാൽപ്പിൽ അക്യുമുലേറ്റ് ചെയ്യും. ഇത് കാരണം നമുക്ക് ഇറിറ്റേഷൻസും ഇച്ച്നെസ്സും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഇത് കാരണം നമ്മുടെ സ്കാൽപ്പ് സെബറേ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് പോകും. അതായത് ഓയിലി സ്കാൽപ്പ്, റെഡ്നെസ്, ഇച്ച്നെസ് ആണ് ഈ സെബറേ ഡെർമറ്റൈറ്റിസിൽ നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഡ്രൈ സ്കാൽപ്പ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ആയിരിക്കും. ഓയിലി സ്കാൽപ്പ് ആകുമ്പോൾ നമുക്ക് സെബറേ ഡെർമറ്റൈറ്റിസും ആയിരിക്കും ഉണ്ടാകുന്നത്. കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, സെബറേ ഡെർമറ്റൈറ്റിസ് രണ്ടും സ്കിൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഡാൻഡ്രഫ് ഉള്ളപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഇഷ്യൂസ്. ഇനി നമുക്ക് ഹെയർ ഫോളിലോട്ട് പോകും. അടുത്താണ് ഹെയർ ഫോൾ. സ്കാൽപ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഹെയർ ഫോൾ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഫസ്റ്റ് ഹെയർ ഫോൾ അഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കാര്യം മനസ്സിലാക്കുക, നമുക്ക് മുടി പൊഴിയുന്നത് നോർമലാണ്. ഒരു നോർമലി നമുക്കൊരു 50 to 100 ടൈപ്സ് 100 ഹെയർ നമുക്ക് ലോസ് ആവും. പിന്നെ ചില സമയങ്ങളിൽ ചില പെർട്ടിക്കുലർ സീസണിലൊക്കെ ചില ആൾക്കാർക്ക് ഒരു കുറച്ച് എക്സസീവായിട്ട് ഹെയർ ലോസ് ഉണ്ടാവും. ഇതൊക്കെ നോർമലാണ്. പക്ഷേ ഹെയർ ലോസിലോട്ട് കംപ്ലീറ്റ്ലി നമുക്കിത് ഹെയർ ലോസ് ആണ് എന്ന് പറയുന്ന സിറ്റുവേഷൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് 100-ൽ കൂടുതൽ പോകുന്നതും പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ഹെയർ ലോസ് ഉണ്ടാകുന്നതും വരുമ്പോഴാണ് നമ്മൾ ഹെയർ ലോസിലോട്ട് പോകുന്നത്. ഇത് മെയിനായിട്ട് വരുന്നത് ഹെറിഡിറ്ററി, ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ സ്ട്രെസ്. മെയിനായിട്ട് നമുക്ക് സ്ട്രെസ്സിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്, പ്രഗ്നൻസി ആവട്ടെ, അതല്ലെങ്കിൽ നമ്മൾ കോവിഡ്, ഇപ്പം എനിക്കൊക്കെ ഫസ്റ്റ് ഹെയർ ലോസ് ഉണ്ടായതെന്ന് വെച്ചാൽ കോവിഡിൻ്റെ ടൈമിലാണ്. കോവിഡ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ് പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാരണം നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നോർമലി സ്ട്രെസ് പോയിട്ട് നമ്മൾ 6 to 9 months കഴിയുമ്പോൾ നാച്ചുറലി നമ്മുടെ ഹെയർ ഗ്രോത്ത് തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് നമുക്ക് ഹെയർ ഫോളിലോട്ട് വരുന്നത്. ഹെയർ ലോസിലോട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ ലിറ്ററലി നമുക്ക് സ്കാൽപ്പ് കാണുന്ന സിറ്റുവേഷനിലോട്ട് വരുന്നതാണ് നമ്മൾ ഹെയർ ലോസ് എന്ന് പറയുന്നത്. ഹെയർ ഫോൾ എന്ന് വെച്ചാൽ പൊഴിഞ്ഞു പോകുക, ലോസ് എന്ന് വെച്ചാൽ നഷ്ടമാവുക. ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് മുടി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കംപ്ലീറ്റ്ലി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ നഷ്ടമാകുന്നു, പക്ഷേ ഒരു 6 to 9 months നമുക്ക് തിരിച്ചു വരും. ഇത് എപ്പോഴും ടെമ്പററി ആണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ആ ഒരു എന്താ പറയുന്നത് സ്ട്രെസ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഫോള് മാറിക്കിട്ടുകയും ചെയ്യും. നമ്മുടെ ട്രീസിൽ നിന്ന് ലീഫ് ഫോൾ ചെയ്യുന്നില്ല, അതുപോലെ ഹെയർ ലോസിലോട്ട് പോകുമ്പോൾ നമുക്ക് സ്കാൽപ്പ് കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നത്. ഇപ്പം എല്ലാവരും ക്ലിയർ ആയല്ലോ? ഓക്കെ. കാരണം എനിക്ക് എന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇനി ഹെയർ ലോസിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിന് മെയിനായിട്ടും ഹോർമോൺ, ഹെറിഡിറ്ററി, മെഡിക്കേഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഇഷ്യൂസ്. കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ഇത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് മാറ്റണമെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഹെൽപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ടെൻഷനൊന്നും അടിക്കണ്ട. പക്ഷേ ചില സമയങ്ങളിൽ ടെമ്പററി സിറ്റുവേഷൻസ് മാറുമ്പോൾ നമുക്ക് നാച്ചുറലി വരുന്ന പോലെ ചില സമയങ്ങളിൽ നമുക്ക് ഹെയർ ലോസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചത് കൊണ്ടുവരാമെന്നുള്ളത് വളരെ പാടായിരിക്കും. ഇപ്പം നമുക്ക് കീമോതെറാപ്പിയൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ലോസ് ആണ് ഉണ്ടാവുക. പിന്നെ നാച്ചുറലി നമുക്ക് മുടി വളർന്നു വരികയാണ് ചെയ്യേണ്ടത്. ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവുന്നതും ഹെയർ ഫോൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഹെയർ ലോസ് ആണ് ഹെയർ ഫോൾ ആണ് ഉണ്ടാവുന്നതെങ്കിൽ വീണ്ടും സ്ട്രെസ് ചെയ്ത് മുടി കുഴിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ സ്ട്രെസ് ഫാക്ടറൊക്കെ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു 1 year 6 to 9 months നമുക്ക് ആ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഹെയർ ലോസ് ആണ് എന്ന് മനസ്സിലായത് നമ്മുടെ സ്കാൽപ്പ് വിസിബിലിറ്റി കൂടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറിനെ കാണുക തന്നെ വേണം. കാരണം നമുക്ക് ഹോർമോണലാണോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മെഡിക്കേഷൻ്റെയോ ഹെറിഡിറ്റി ആണോ എന്താണ് നമുക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സ്കാൽപ്പ് ടൈപ്പ് മനസ്സിലാക്കി, കോമൺ സ്കാൽപ്പ് ഇഷ്യൂസും ഒക്കെ മനസ്സിലാക്കി. ഇനി നമ്മുടെ സ്കാൽപ്പിനെ നമുക്ക് എങ്ങനെ ടേക്ക് കെയർ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി സ്കാൽപ്പ് ഹെയർ ലോസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹെയർ പ്രോബ്ലംസിന്റെ റൂട്ട് കോസ് എന്ന് വെച്ചാൽ അൺഹെൽത്തി, അൺക്ലീൻ അല്ലെങ്കിൽ അൺഹൈജീൻ ആയിട്ടുള്ള സ്കാൽപ്പ് തന്നെയാണ്. ഇത് പ്രോപ്പറായിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പകുതി ഹെയർ ലോസ് അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇൻഫാക്ട് നമ്മുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി ഫംഗസ്, ബോഡി ആക്നെ, ഇതുവരെ നമുക്ക് സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഫസ്റ്റ് പ്രയോറിറ്റി സ്കാൽപ്പ് ക്ലീനിങ്. സ്കാൽപ്പ് ക്ലീനിങ് വരുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്? ഷാംപൂസ് തന്നെയാണ്. ഇനി ഷാംപൂസിലോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും പല സംശയങ്ങളാണ്. മുടിയിൽ ഷാംപൂ യൂസ് ചെയ്യാമോ? ഷാംപൂ കറക്റ്റ് എത്ര ദിവസം യൂസ് ചെയ്യണം? എങ്ങനെ യൂസ് ചെയ്യണം? ഇങ്ങനെ കുറേ സംശയങ്ങൾ കാണും. ഷാംപൂ ബേസിക്കലി ഒരു ഷാംപൂവിനകത്തുള്ള ഒരു നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് കാണും. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് സർഫാക്റ്റൻസ്.
ഷാമ്പൂവിൽ സർഫാക്റ്റൻസ് വേണം. കാരണം എന്നാലും ഷാമ്പു പതയത്തുള്ളൂ, പതഞ്ഞാലേ അഴുക്ക് പോകത്തുള്ളൂ, അഴുക്ക് പോയാലും നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവത്തുള്ളൂ. അപ്പോൾ സർഫാക്റ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇത്ര എക്സസീവായിട്ട് നമ്മൾ സർഫാക്റ്റൻസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണോ എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും വർഷങ്ങൾ അതായത് ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ഒരു ഡേ പോലും മാറാതെ സർഫാക്റ്റൻസ് ഡെയിലി യൂസ് ചെയ്യണം. മാത്രമല്ല ഈ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ നോർമലി നമ്മളെ ഷാമ്പൂ കാണുന്നേക്കാളും ഹയർ കോൺസെൻട്രേഷനിൽ വേണം ഉണ്ടാവേണ്ടത്. അതായത് നോർമലി നമ്മളിപ്പോൾ സ്കാൽപ്പും ഷാമ്പൂവിൽ ഒരു 5% ഉണ്ടെന്ന് വെച്ചു, പക്ഷേ ഈ 5% വരും 10% സർഫാക്റ്റൻസ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താലേ സർഫാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് മെയിൻ ആയിട്ട് വരത്തുള്ളൂ. കാരണം ഇതുണ്ട്, പക്ഷെ അത് എത്ര കോൺസെൻട്രേഷൻ ആരും പറയത്തില്ല. പ്രശ്നം ഇതാണ് എന്ന് പറയുന്നുള്ളൂ. പക്ഷെ ഈ പ്രശ്നത്തിന്റെ റീസൺ എന്താ പറയുന്നത്, ഒരു എക്സാമ്പിൾ ഉണ്ട്. ആപ്പിള് കഴിച്ചാൽ പ്രശ്നമാണെന്ന് പറയും. എക്സാമ്പിൾ പറയണം, ആപ്പിൾ പ്രശ്നമാണെന്നല്ല, ആപ്പിൾ കഴിച്ചാൽ പ്രശ്നമാണെന്ന് പറയും. ഇത് വയറ്റിൽ ചെന്നാൽ ചിലപ്പോൾ വയറ്റിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വരുന്ന പറയും. പക്ഷെ ആപ്പിളല്ല, ആപ്പിളിലെ കുരുവായിരിക്കും ചിലപ്പോൾ പ്രശ്നം. പറയുമ്പോൾ ആപ്പിളിന്റെ കുരു ആണെങ്കിൽ പറയുമ്പോൾ ആപ്പിളിന്റെ മൊത്തത്തിൽ നമ്മൾ കുറ്റം പറയും. അങ്ങനെയല്ല. എന്താന്ന് വെച്ചാൽ ഈ സർഫാക്റ്റൻസ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ലോ കോൺസെൻട്രേഷൻ സ്കാൽപ്പ് ക്ലീനിങ്ങിന് മാത്രമായിട്ട് ഉണ്ടെങ്കിൽ, ഹയർ കോൺസെൻട്രേഷനിലുള്ള സർഫാക്റ്റൻ്റ് എന്ന് ഇപ്പോഴത്തെ നമുക്ക് മെഡിക്കൽ അസോസിയേഷൻ ഒന്നും അപ്രൂവ് ചെയ്യത്തില്ല. ഇൻഫാക്ട് സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ FDA ഒന്നും നമുക്ക് അപ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഹയർ കോൺസെൻട്രേഷൻ സർഫാക്റ്റൻസ് നമ്മുടെ ഷാംപൂസിൽ വരാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു പേടി മാറിയല്ലോ, സർഫാക്റ്റൻസ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള പേടി മാറിയല്ലോ. അടുത്ത ഇഷ്യൂ ആണ് SLS SLES എന്ന് പറയുന്ന കണ്ടന്റ്, അതായത് സൾഫർ കണ്ടന്റ്, അല്ലെങ്കിൽ സൾഫേറ്റ് ഷാംപൂസ്. ഇത് ഭയങ്കര മാർക്കറ്റിംഗ് ഗിമിക്കായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. SLS അല്ലെങ്കിൽ SLES ബേസിക്കലി നമുക്ക് ആ സ്കാൽപ്പ് ടൈപ്പിനനുസരിച്ചാണ് മാറുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്കുള്ളത് എക്സസീവ് ആയിട്ടുള്ള ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് SLSും SLESും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം അത്രയും ഓയിൽ എടുത്ത് കളയണമെങ്കിൽ ഇവരുടെ ആവശ്യം അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ കോൺസെൻട്രേഷൻ വളരെ കുറച്ച് മതി. ഈവൻ ദോ ഇൻഫാക്ട് നമുക്ക് വേണ്ട. സപ്പോസ് നിങ്ങൾ നോർമൽ സ്കാൽപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാമല്ലോ. കാരണം ഇത്ര എടുക്കണ്ട. ഇപ്പൊ നോർമലി എടുക്കുന്നേക്കാളും കുറച്ചെടുത്തിട്ട് ഷാമ്പു ക്ലീൻ ചെയ്താൽ മതി. ഷാമ്പു എടുത്ത് സ്കാൽപ്പ് ക്ലീൻ ചെയ്താൽ മതി. എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ പാത്രം കഴുകാനായിട്ട് ഇപ്പൊ നോർമലി ഒരു ഇത്ര എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രത്തിൽ എത്ര അഴുക്കുണ്ടോ അതനുസരിച്ചിട്ടല്ലേ നമ്മൾ വാഷിംഗ് പൗഡർ ഡിഷ് വാഷർ എടുക്കുന്നത്. സെയിം എക്സാക്ട്ലി അതുപോലെയാണ് നമ്മൾ ഷാമ്പു എടുത്തിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്തത്. അപ്പൊ SLSും SLESും അഴുക്ക് എന്നല്ല പറയുന്നത്, അത് നമ്മുടെ സ്കാൽപ്പ് അനുസരിച്ചും കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് അത് അഴുക്ക് നല്ലതും ആവുന്നത്. എല്ലാത്തിനും വരെയുണ്ട് ഇതിന്റെ ഇടയിൽ. ഇനി നമുക്ക് കുറച്ച് ജനറൽ സ്കാൽപ്പ് കെയറിലോട്ട് പോകാം. ഫസ്റ്റ് ഹെയർ വാഷിലോട്ട് തന്നെ പോകാം, അല്ലെങ്കിൽ സ്കാൽപ്പ് വാഷിലോട്ട് പോകാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് സ്കാൽപ്പോ ആയിക്കോട്ടെ, സ്കാൽപ്പിൽ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഷാമ്പു ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാമ്പു ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യരുത്. അല്ലെങ്കിൽ സ്കാൽപ്പ് നന്നായിട്ട് വെള്ളത്തിൽ റിൻസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഷാമ്പു ഒക്കെ അപ്ലൈ ചെയ്യുള്ളൂ. കാരണം ഒരു 80% ഡേർട്ടൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ച് കളയുമ്പോഴത്തേക്ക് പോകും. രണ്ടാമത്തെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു ഒന്ന് ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഒന്നുകിൽ ഒരു കപ്പിലെങ്ങനെ വെള്ളം എടുത്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ലാദർ ആക്കിയിട്ട് സ്കാൽപ്പിലോട്ട് അപ്ലൈ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലെടുത്ത് നന്നായിട്ട് ലാദർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കാം. മൂന്നാമത്തേത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യുന്ന വാട്ടർ ഒരിക്കലും ഓവർ ഇതാവരുത്. കാരണം ഒരു ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ മതി നമ്മുടെ സ്കാൽപ്പ് കഴുകാനായിട്ട്. ഓവർ ആയിട്ടുള്ള ചൂടുവെള്ളം കൊണ്ട് നമുക്ക് കഴുകുമ്പോഴത്തേക്ക് അറിയാം നല്ല ശ്വാസം കിട്ടി ചൂടുവെള്ളം തലയിൽ വെച്ച് കുളിക്കുമ്പോഴത്തേക്ക്, പക്ഷെ നമ്മുടെ നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ഔട്ട് ആവുകയും ക്യൂട്ടിക്കിൾസിനെ ഡാമേജ് ആക്കുകയും ഹെയറിനെയും സ്കാൽപ്പിനെയും ഒരുപോലെ ഡ്രൈ ആക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ നോർമൽ ടാപ്പ് വാട്ടറിൽ ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് നമ്മൾ ഷാമ്പു തലയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ ഡെയിലി വാഷ് ചെയ്യുന്ന ആൾക്കാർ 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്ഫോളിയേഷൻ നടക്കും. ഫിംഗർ ടിപ്സ് യൂസ് ചെയ്യുക. നമ്മൾ നെയിലല്ല യൂസ് ചെയ്യേണ്ടത്, ഫിംഗർ നെയിൽ ടിപ്പിൽ ഈ ഒരു ഭാഗം ഇതിട്ട് വേണം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കളയാനായിട്ട്. ഒരു സ്റ്റഡി പ്രൂവ് ചെയ്താണ്, നമ്മളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെയർ ലോസും 3 ദിവസത്തിലൊരിക്കൽ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെയർ ലോസും കമ്പയർ ചെയ്യുമ്പോൾ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ലോസ് ഗ്രാജുവലി കുറഞ്ഞു തുടങ്ങും. കാരണം അഴുക്ക് പോകും. അത് കാരണം ഉണ്ടാവുന്ന ഒരു ഗ്രീസിനെസ് കാരണം ഉണ്ടാവുന്ന ഹെയർ ലോസ് നമുക്ക് കുറയും. അപ്പം ഡെയിലി വാഷ് ഓയിലി സ്കാൽപ്പുകാർക്കൊക്കെ നല്ലൊരു മെത്തേഡ് ഓഫ് ആണ് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട്.
അടുത്തത് സ്കാൽപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു മാക്സിമം സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ കഴുകി കളയുമ്പോൾ ലാദർ മാത്രം ഹെയറിന്റെ റൂട്ടിലോട്ട് ലെങ്തിലോട്ട് അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് നമ്മുടെ ഹെയറിന്റെ ലെങ്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്കാൽപ്പിലോട്ട് അധികം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും കാര്യം നന്നായിട്ട് നമ്മൾ സ്കാൽപ്പ് കെയറിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എപ്പോഴും ക്ലീൻ ടവൽ യൂസ് ചെയ്യണം. പില്ലോ കേസ് മാക്സിമം ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ ഡ്രൈ ഫ്ലേക്കി സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സൾഫർ, സിങ്ക്, മഗ്നീഷ്യം പോലുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിൻ കെയർ ഷാംപൂസിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നിങ്ങൾക്കുള്ളത് കുറച്ച് ഓയിലി ആണെന്നുണ്ടെങ്കിൽ SLS, SLES ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതല്ല സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നതും ഓയിലി സ്കാൽപ്പർക്ക് നല്ലതാണ്. ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർ മാക്സിമം ഡെയിലി യൂസ് ചെയ്യുക. ആ സമയത്ത് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഡെയിലി നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്ത ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഹെയർ ഓവർ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാം. ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ മിനിമം 2 ദിവസത്തിലൊരിക്കൽ സ്കാൽപ്പ് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക വേണം. സെൻസിറ്റീവ് സ്കാൽപ്പുള്ള ആൾക്കാർ ഏറ്റവും ജെന്റിലായിട്ടുള്ള ഷാംപൂസ് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ്, സിങ്ക്, മഗ്നീഷ്യം, SLS, SLES ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്ലിസറിൻ അടങ്ങിയതൊക്കെ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ അത്യാവശ്യം സ്കാൽപ്പ് കെയറിനെ പറ്റി നമ്മൾ പറഞ്ഞു, അതിന്റെ ഐഡന്റിഫിക്കേഷനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഇനി ഇത് റിലേറ്റ് ബാക്കി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്, പാർട്ട് വരുന്നതായിരിക്കും ഉറപ്പായിട്ട്. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും മറക്കണ്ട. സോ ഇന്നത്തെ വീഡിയോ സ്കാൽപ്പ് ടൈപ്പ്, സ്കാൽപ്പ് കെയർ, സ്കാൽപ്പ് ഇഷ്യൂസിനെ ഒക്കെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും സ്കാൽപ്പ് ടൈപ്പ് അറിഞ്ഞിടാന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.